ഖത്തറിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മലയാളികൾ ചരിത്രം കുറിച്ച വാരമാണ് കടന്നു പോകുന്നത്. ഖത്തർ യൂണിവേഴ്സിറ്റിയിലും ഖത്തർ മെഡിക്കൽ ബോർഡിലുമെല്ലാം തിളങ്ങുന്ന വിജയം നേടിയ മലയാളികളെ പരിചയപ്പെടാം. ഹാനി ജാഫർ, ഹാഫിദ് ഹൈദർ ഹസൻ അബ്ദുള്ള. ഖത്തർ യൂണിവേഴ്സിറ്റിയിലെ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായിരുന്നു ഹാനി ജാഫർ. കോഴിക്കോട് നാദാപുരം സ്വദേശി. ഡിസ്റ്റിങ്ഷനോടുകൂടി പഠനം പൂർത്തിയാക്കിയ ഹാനിക്കിത് സ്വപ്നതുല്യമായ നിമിഷങ്ങളാണ്. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിയിൽ നിന്ന് സ്വർണ്ണ മെഡൽ സ്വീകരിച്ച നിമിഷം. അത് ആദ്യം തന്നെ അറിയാവുന്നതുകൊണ്ട് അതിനു വേണ്ടി നല്ലോണം ട്രൈ ചെയ്തു. ഇപ്പോൾ കോഴ്സിലൊക്കെ നല്ല ഗ്രേഡ് വാങ്ങി. അപ്പോൾ മുമ്പേ അറിയായിരുന്നു ഇത് കിട്ടണം എന്ന്. നല്ലോണം ട്രൈ ചെയ്ത് കിട്ടി. ഫ്യൂച്ചർ പ്ലാന് കമ്പ്യൂട്ടർ സയൻസ് ആണ്. അപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ്വെയർ എഞ്ചിനീയറായിട്ട്. ഇനി PGക്ക് പോകണമെന്നാണ് പ്ലാന്. ഹാനിയെ പോലെ മറ്റൊരു മിടുക്കൻ കൂടി അമീറിൽ നിന്നും സ്വർണ്ണ മെഡൽ ഏറ്റുവാങ്ങി. പത്തനംതിട്ട തിരുവല്ല സ്വദേശി ജോഷ് ജോൺ ജിജി. ബയോളജിക്കൽ എൻവയോൺമെന്റ് സയൻസിലാണ് ജോഷ് പഠനം പൂർത്തിയാക്കിയത്. അമ്മ ഗീതയുടെ പരിസ്ഥിതി സ്നേഹമാണ് ജോഷിനെ എൻവയോൺമെന്റൽ സയൻസിൽ എത്തിച്ചത്. ഉന്നത വിജയം നേടിയ സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ ഏതാനും പേർക്ക് മാത്രമാണ് അമീർ മെഡൽ സമ്മാനിച്ചത്. അതിലുൾപ്പെട്ടതിൻ്റെ സന്തോഷത്തിലാണ് ജോഷ്. ഇവിടെ ഖത്തർ യൂണിവേഴ്സിറ്റി വന്നപ്പം ഹാനി പറഞ്ഞ പോലെ ഇങ്ങനെ നമുക്കറിയാം ഒരു ചാൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ ഡേ 1 മുതൽ ഞാനിങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ അന്ന് മുതൽ സ്വപ്നം കാണുന്നുണ്ട് ഇങ്ങനെ ഇവരുടെ കൂടെ. അത് കാരണം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണല്ലോ. പെൺകുട്ടികളും മോശമാക്കിയില്ല. അമീറിന്റെ പത്നി ഷെയ്ഖ ജവഹർ ബിൻ ഹമദ് അൽ താനിയിൽ നിന്നും സ്വർണ്ണ മെഡൽ ഏറ്റുവാങ്ങാനും 2 പേരുണ്ടായി. ഇരുവരും ഗവേഷകർ. കൊല്ലം കരിക്കോട് സ്വദേശി റസീന ഹാരിസും വയനാട് മീനങ്ങാടി സ്വദേശി ലുബ്ന തേറാച്ചിയുമാണ് ഗവേഷണ ബിരുദവും സ്വർണ്ണ മെഡലും ഏറ്റുവാങ്ങിയത്. കമ്പ്യൂട്ടർ സയൻസിലായിരുന്നു റസീനയുടെ ഗവേഷണം. കാരണം നമുക്കൊരു റിസർച്ച് ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ചലഞ്ചസ് അതിൻ്റെ ഇടയ്ക്ക് വരുമായിരുന്നു. ടോപ്പിക്കായാലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ യൂണിവേഴ്സിറ്റി തന്നെ അതിൻ്റെ IT ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഞാൻ നെറ്റ്വർക്കിംഗ് ആയിരുന്നു മെയിനായിട്ട് ചെയ്തത്. അപ്പോൾ നെറ്റ്വർക്കിങ്ങിൽ ഒരു ക്ലൗഡ് എൻവയോൺമെൻ്റ് ഒക്കെ സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ചലഞ്ച് തന്നെയായിരുന്നു, അതിൻ്റെ ഹാർഡ്വെയർ കോൺഫിഗറേഷന് ഒക്കെ. അപ്പോൾ അവിടെ ITS ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരതിൻ്റെ എല്ലാ റിസോഴ്സും നമുക്ക് തന്നു. അങ്ങനെ ഞാൻ അൽഹംദുലില്ലാ സക്സസ്ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്തു. അർബുദ സംബന്ധമായ പഠനത്തിലാണ് മീനങ്ങാടിക്കാരി ലുബ്ന തേറാച്ചിയിൽ ഗവേഷണ ബിരുദം നേടി ഗോൾഡ് മെഡൽ സ്വന്തമാക്കിയത്. ഒവേറിയൻ ക്യാൻസറിലാണ് ചെയ്തത്. നമ്മുടെ ബോഡിയിലുള്ള HR എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് പ്രോട്ടീൻ നമ്മുടെ ഒവേറിയൻ ക്യാൻസറിൻ്റെ കീമോ റെസിസ്റ്റൻസിനെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള എൻ്റെ എയിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ HR എന്ന് പറയുന്ന പ്രോട്ടീൻ കൂടുതലായിട്ട് നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ പല ഒവേറിയൻ ക്യാൻസർ പേഷ്യൻസിൻ്റെയും ബോഡിയിൽ ഓവർ എക്സ്പ്രസ്ഡ് ആയിട്ട് കാണുന്നുണ്ട്. അപ്പം അതിനെ നമ്മൾക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ കീമോ റെസിസ്റ്റൻസ് എങ്ങനെ നമുക്ക് ടാക്കിൾ ചെയ്യാം HR-നെ ഇൻഹിബിറ്റ് ചെയ്തിട്ട്. അങ്ങനെ അതാണ് എൻ്റെ മൊത്തത്തിലുള്ള ഗവേഷണം. ഹമദ് മെഡിക്കൽ കോർപ്പറേഷന് കീഴിലുള്ള സംവിധാനമാണ് ബോർഡ് ഓഫ് മെഡിക്കൽ സ്പെഷ്യാലിറ്റീസ്. QBMSൻ്റെ പ്രഥമ ബാച്ചിൻ്റെ ഫലം വന്നപ്പോൾ അവിടെയും മലയാളി തിളക്കം. കോഴിക്കോട് ജില്ലക്കാരായ 3 പേരാണ് അഭിമാനാർഹമായ വിജയം സ്വന്തമാക്കിയത്. രാമനാട്ടുകര സ്വദേശി ഡോക്ടർ മസൂഖ് അസ്ലം, കോഴിക്കോട് സ്വദേശി ഐഷ സിദ്ദീഖ്, വടകര സ്വദേശി ആത്തിക സജീർ എന്നിവരാണ് അനസ്തേസിയയിൽ PG സ്വന്തമാക്കിയത്. ഉന്നത പഠനം ആഗ്രഹിക്കുന്നവർക്ക് ഖത്തർ വലിയ അവസരങ്ങൾ തുറന്നിടുന്നതായി ഇവർ പറയുന്നു. മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ നമ്മൾ PG ചെയ്യുന്ന സമയത്ത് 3 ഇയേഴ്സാണ് നാട്ടിൽ, ഇവിടെ 4 ഇയേഴ്സ് ആണെങ്കിലും ജോബ് പ്ലസ് ട്രെയിനിങ് ആണ്. അപ്പോൾ ജോബ് സാലറി നമുക്ക് അതിൻ്റെ കൂടെ കിട്ടും. പിന്നെ വർക്ക് ലൈഫ് ബാലൻസ് ഫാർ ബെറ്റർ ആണ് വെൻ കമ്പയർ ടു നമ്മുടെ നാട്ടിലത്തെ PGക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കൂടാണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്കിപ്പോൾ ഖത്തറി ബോർഡിൻ്റെ കൂടെ ഞങ്ങൾ അറബ് ബോർഡ് ഞങ്ങൾക്ക് ബോർഡഡും ആണ്, ഡുവൽ ബോർഡഡ് ആണ്. ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഐറിഷ് ബോർഡും FRCയും കാര്യങ്ങളും ഞങ്ങൾ പ്രോഗ്രാമിൽ എംബഡഡ് ആണ്. അപ്പോൾ മൊത്തത്തിലൊരു ഇൻ്റർനാഷണൽ ഒരു പല ഡിഗ്രീസും ഇതിൻ്റെ ഈ പ്രോഗ്രാമിൽ നമുക്ക് ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യും. ആദ്യ ബാച്ചിൽ 36 പേരാണ് സ്പെഷ്യലൈസേഷൻ പൂർത്തിയാക്കിയത്. അതിൽ ഇവർ 3 പേരുൾപ്പെടെ 4 ഇന്ത്യക്കാരുണ്ട്.